വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ന് പറയുന്നത് സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. നമ്മളിന്നൊരു വലിയ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അത് ഈ കുഞ്ഞിക്കൈ കാണുന്നുണ്ടോ? ഈ കുഞ്ഞിക്കൈയുടെ ഓണറിന്റെ ഷോപ്പിംഗ് ആണ്. ഹയാസിന്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനായിട്ട് പോവാണ്. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങള് ഉമ്മിച്ചീനെ എടുക്കാനുണ്ട്. ഉമ്മിച്ചീനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പോണത്. ഹംന ബാക്കിൽ നല്ല വെൽ സെറ്റപ്പ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഹയസുമാരെ ഹംനെ കാണിക്കട്ടെ. ഹംനതേ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹയാസ് ഇങ്ങനെ ഓടിക്കളിച്ച് തിമിർത്തോണ്ടിരിക്കുകയാണ്. അവന്റെ ഷോപ്പിംഗ് ആണല്ലോ, അതാണ് കാര്യം. സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പുതിയതായിട്ട് വാങ്ങിക്കാനുണ്ട്. ബാഗ്, അതുപോലെ ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടില്, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ആയിട്ടാണ് പോണത്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ചെറിയ രീതിയിൽ മനസ്സൊന്ന് എന്താ പറയാ, ഇങ്ങനെ രണ്ട് ലെവലിലായിട്ട് നിക്കാണ് സ്കൂൾ ബാഗിന്റെ കാര്യത്തില്. അതൊരു തീരുമാനമായിട്ടില്ല. കാരണം വേറെ ഒന്നല്ല, ഇന്ന് രാവിലെ പിക്കാക്ക് പറഞ്ഞ് ഹയസിന്റെ ബാഗ് അങ്ങനെ പന്നലായിട്ടില്ല, അപ്പൊ പിന്നെ അത് തന്നെ പോരേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ആ ഒരു ബാഗും കൊണ്ടാണ് ഹയസ് സ്കൂളിൽ പോണത്. ഈ KG സെക്ഷനൊക്കെ ആയതുകൊണ്ട് അത്ര അധികം യൂസേജും വന്നിട്ടില്ല ബാഗിന്. അപ്പൊ ബാഗ് അത്ര അധികം കംപ്ലൈന്റ് വന്നിട്ടില്ല. അപ്പൊ ഇക്ക അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇങ്ങനെ രണ്ട് മൈൻഡിലാണ്. ബാഗ് വേണോ ബാഗ് വാങ്ങിക്കണ്ടേ എന്നൊക്കെ ഉള്ള മൈൻഡിൽ നിക്കാണ്. വാങ്ങിക്കണം എന്നുണ്ട്, കാരണം ഇനിയിപ്പോ സൈസ് കുറച്ച് കൂടുതലുള്ള വേണം. എന്താ മിഠായി വാങ്ങിക്കണം. ഹയാസിന്റെ ചിന്തയിൽ അത്രയൊക്കെ ഉള്ളൂ. മിഠായി വാങ്ങിക്കണം ഹയാസിന്. അല്ല ഹയാസെ, എന്തെങ്കിലും നം കിട്ടണം ഹയാസിന്, വേറൊന്നുമില്ല. അത് എന്തെങ്കിലും എന്താ ആരും കാണാത്ത വെറൈറ്റി വീഡിയോസിൽ കാണുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടണം. ആദ്യത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഹംനാനെ കൊണ്ടുപോയിട്ട് എന്റെ വീട്ടിൽ നിർത്തിയിട്ട് ഉമ്മച്ചിയുടെ അടുത്ത് ആക്കാണ്ട് ഞാനും ഇക്കാകെ ഹയാസും കൂടിയും പോവാന്നായിരുന്നു പ്ലാൻ. പക്ഷേ എന്താ പറയാ, ഉമ്മച്ചി വരുന്നുണ്ട് നമ്മുടെ കൂടെ. വേറെ ഒന്നുമല്ല കേട്ടോ, വീട്ടിലത്തെ മിക്സി അടിച്ചുപോയി. കൊറേ പഴയ മിക്സിയാണ് വീട്ടിലത്തെ. പഴയതെന്ന് വെച്ചാൽ കൊറേ വർഷത്തെ പഴക്കമുണ്ട്. കൊറേ പ്രാവശ്യമായി അത് നന്നാക്കണുണ്ട്. അപ്പൊ റീസെന്റ് അതങ്ങനെ അടിച്ചുപോയി. അപ്പൊ ഉമ്മച്ചിക്ക് കറി വെക്കാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അപ്പൊ ഉമ്മച്ചിക്ക് കറി വെക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റണില്ല. അപ്പൊ എന്തായാലും മിക്സി ഈസ് നെസസറി തിങ്. അപ്പൊ പോണ വഴി ഒരു മിക്സി നന്നാക്കണ കടയുണ്ട്, അവിടെ കയറിയിട്ട് മിക്സി സെറ്റ് ആവോന്നുള്ളത് നോക്കും. അങ്ങനെ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും അത് തന്നെ യൂസ് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കാം എന്നാണ് കേട്ടോ ഞങ്ങള് ആ ഒരു കാര്യത്തിൽ പ്ലാൻ ഇട്ടാണ്. അപ്പൊ ഉമ്മച്ചിയും കൂടെ വരുന്നുണ്ട്. നമുക്ക് അത് സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ലുലുന്ന് തന്നെ വാങ്ങിക്കാം. നമ്മള് ലുലുവിലേക്കാണ് കേട്ടോ പോണത്. എന്താ ഹയാസ്? ഈ ഹയാസ് നമ്മുടെ കൂടെ ഉള്ളപ്പോഴേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര വർത്താനായിരിക്കും കേട്ടോ. ഇത്രയും നേരം ഞാൻ വീഡിയോ എടുക്കാണ്ട് ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പൊ അവിടെ അടങ്ങി ഇരിക്കണ കൊച്ചാണ്ട് വീഡിയോ എടുക്കണത് ഞാൻ സംസാരിക്കണ കേട്ടാ അപ്പൊ തല പൊങ്ങി വരും. അവന്റെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അത്രയും നേരം പറയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പൊ പറയാനായിട്ട്. അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കലപില വ്ലോഗായിരിക്കും. ലുലുവില് കയറിയാൽ ഇതിൽ അപ്പുറത്തെ കലവിലായിരിക്കും. കുറെ ആവശ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പേടി, അവരെ കൊണ്ടുപോകാനായിട്ടുള്ളത് രണ്ടുപേരെയും കൊണ്ട്. ഇപ്പൊ ഹംനയാണെങ്കിലും ആ ട്രോളിയിൽ ഇരുന്നിട്ട് ഓരോന്ന് പെറുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പതേ വീടിന്റെ അങ്ങോട്ടേക്ക് എത്താറായിട്ടുണ്ട്. ഞാൻ ഉമ്മച്ചിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിളിച്ചു പറഞ്ഞു വെച്ചാൽ ഉമ്മച്ചി ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചാണ് നിങ്ങൾ എത്തിയില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മച്ചി ബസ് സ്റ്റോപ്പിലേക്ക് വരും. ഉമ്മച്ചീനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം. വരുന്നുണ്ട് ഗൈസ്. അപ്പതേ ഉമ്മച്ചി വന്നുണ്ട് കേട്ടോ. ഉമ്മച്ചി വരുന്നുണ്ട് ഗൈസ്. തുറന്നു കൊടുക്കടാ. ഹായ് ഉമ്മച്ചി. ഉമ്മച്ചി മിക്സി ഒക്കെ ആയിട്ടാണ് വന്നേക്കണത്. പോവാം. ഉമ്മച്ചി മിക്സി നന്നാക്കാൻ കൊടുക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അപ്പൊ അവരവിടെ ചെക്ക് ചെയ്യണേണ്. നന്നാവോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ. ഞങ്ങളാണെങ്കിൽ ഭയങ്കരമായ രീതിയിലുള്ള ചർച്ചയിലാണ്. ബാഗ് വാങ്ങിക്കണ്ടേ എന്നതാണ് ഞങ്ങളുടെ ചർച്ചാ വിഷയം. ഇപ്പൊ ഉള്ള ബാഗിന് ഹയാസ് ഈ 3 വർഷം കൊണ്ടുപോയ ബാഗിന് ഡാമേജസ് ഒന്നുമില്ല നിലവില്. കഴുകിയെടുത്ത് അത് യൂസ് ചെയ്യാവുന്നതാണ്. എന്ത് പറഞ്ഞു? മിക്സി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പുതിയത് ഇപ്പൊ വാങ്ങിക്കണില്ലല്ലോ? ഇല്ല. അപ്പൊ നമ്മൾ മിക്സി ഇപ്പൊ വാങ്ങിക്കുന്നില്ല. അപ്പൊ ഹയാസിന്റെ ബാഗിന്റെ കാര്യം, കഴിഞ്ഞ 3 വർഷം യൂസ് ചെയ്ത ബാഗിന് ഡാമേജ് ഒന്നും ഇല്ല. അത് കഴുകി എന്തായാലും എടുക്കണം. കാരണം ഇപ്പൊ മദ്രസയിലാക്കിയിട്ടുണ്ട് ഹയാസിന. മദ്രസയിൽ കൊണ്ടുപോകുമ്പോ മദ്രസയിൽ പോകുമ്പോ ബാഗ് വേണമല്ലോ. അപ്പൊ ആ ബാഗ് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ്. അപ്പൊ പുതിയ ബാഗ് എനിക്ക്
എനിക്ക് വാങ്ങിക്കണം എന്നാണ്. എന്തേ എന്താ കാര്യം പറ. 2 മിഠായി എങ്ങനാ ഉമ്മച്ചിന്റെ സോപ്പിട്ട്? ഉമ്മച്ചിന്റെ സോപ്പിട്ട് മിഠായി വാങ്ങിക്കാനാ? നിങ്ങൾ തമ്മിലൊരു ധാരണയില്ല. ബാഗ് വാങ്ങിക്കാൻ പൈസ തരാന്നാണ് പറഞ്ഞത്. അവർക്ക് ആ ബാഗിന് സ്പോൺസർ എടോ എടാ കിട്ടണൊന്നും വേണ്ടെന്ന് നോക്കിയ ആ ബാഗിന് സ്പോൺസർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ബാഗില് കേറിയേക്കണുള്ള ബാഗ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉമ്മിച്ചിനെ കൊണ്ടുപോണേന് ഹയാസിന് എന്തായാലും ലെക്കായി. ഹംന അവിടെ സെറ്റ് ആയിട്ട് ഇരിപ്പില്ലേ? ഹംന അവിടെ സെറ്റ് ആയിട്ട് ഇരിപ്പില്ലേ? ടർഫ് ഫുട്ബോൾ ആയിരിക്കും. ആണോ? ആരും കൊണ്ടുവന്ന് നോക്കിയല്ലോ. എന്റെ ഉമ്മച്ചിനെ സൈക്കിൾ ഓടിപ്പിക്കാനുള്ള ഭയങ്കര അതിഭീകരമായ തന്ത്രങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത്. നിങ്ങള് ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടാ. ഉമ്മച്ചിയുടെ ഒക്കെ ചെറുതിലല്ലേ സ്കൂളിൽ പോയപ്പോ ബാഗൊക്കെ എങ്ങനെയായിരുന്നു? എങ്ങനത്തെ ബാഗായിരുന്നു? ഇങ്ങനത്തെ ബാഗല്ലല്ലോ, മറ്റേ സ്യൂട്ട് കേസ് പോലത്തെ ബാഗല്ലേ, പെട്ടി പോലത്തെ അങ്ങനത്തെ ബാഗായിരുന്നു. സഞ്ചിയൊക്കെ ആയിരുന്നു. ഇക്കാകെ ഒരു ബാഗ് എത്ര വർഷം യൂസ് ചെയ്തിട്ടുണ്ട്? പറയ്, സത്യം പറ. ഒരു ബാഗ് ഇക്കാകെ എത്ര വർഷം യൂസ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പോയി പഠിച്ച സമയത്ത്? 1 വർഷമാണോ 2 വർഷമാണോ? എങ്ങനെ പൈസ കൊണ്ടിരിക്കണോ ഹയാസ്? എത്ര വർഷക്കാകെ? കൊറേ പൈസ ഇട്ടിട്ടുണ്ട് ഹയാസിന്. ഇക്കാക പറഞ്ഞില്ല ഇക്കാക ഒരു ബാഗ് എത്ര വർഷം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ബാഗൊക്കെ 2 കൊല്ലമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ 2 കൂടുതൽ മറ്റേ കീർണ വരെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നൊന്നും ഞാൻ പറയൂല, കാരണം ഉമ്മിച്ചിരിക്കണ കാരണം പറയാൻ പറ്റൂല. ഉമ്മിച്ചി, ഞാൻ ഒരു ബാഗ് 2 കൊല്ലം യൂസ് ചെയ്തിട്ടില്ലേ? അല്ലേ? 2 കൊല്ലം യൂസ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ പഠിച്ചപ്പോ 3 കൊല്ലം യൂസ് ചെയ്തില്ല അല്ലേ? ലാസ്റ്റ് ടൈപ്പ് ഒരു ബാഗ് വാങ്ങിച്ചു, കീറിയന്റെ ബാഗ്. അപ്പൊ ഞാൻ വാങ്ങിച്ചു. ഇപ്പൊ പക്ഷേ എല്ലാവർക്കും മറ്റേ സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ട്. ഈ പഠന ഉപകരണ വിതരണം ഒക്കെ വരില്ലേ സ്കൂള് തുറക്കണ സമയത്ത്? അപ്പൊ ഇല്ലാത്തവരൊക്കെ എല്ലാവർക്കും അത് കിട്ടും. എല്ലാവർക്കും പുതിയ ബാഗ് കിട്ടുന്നുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും കുറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അവരൊക്കെ ഇങ്ങനെ സ്പോൺസർ ചെയ്യും. അബ്ബയും മോനും കൂടിയും ഭയങ്കര ചർച്ചയിലാണ്. സ്പൈഡർമാന്റെ ബാഗാണ് അവന്റെ ഉള്ളത്, അത് തന്നെ മതിയെന്നാണ് അബ്ബി ചോദിച്ചോണ്ടിരിക്കുന്നത്. അത് ഓക്കെ ആയാല് ഈ കാശാപ്പയുടെ പോക്കറ്റിലിരിക്കും. സൈക്കോളജിക്കൽ മൂവ്മെന്റ്. എന്തായാലും ബാഗ് വാങ്ങിക്കണ കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മള് ബാഗ് എന്തായാലും വാങ്ങിക്കും. നമ്മളപ്പോ ലുലുവിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയേക്കാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ ലുലുവിലേക്ക് കയറി നമ്മൾ നേരെ പർച്ചേസിങ്ങിനായിരിക്കും കയറുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബില്ലിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും ഒരു പരുവായിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു തലവേദനയൊക്കെ വരുന്നുണ്ട്. അപ്പൊ കയ്യോടെ ഒരു ചായ അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കപ്പൊ നേരെ നല്ല ഭംഗിയായിട്ട് പർച്ചേസിംഗ് ഒക്കെ നടത്താം. ഹയാസ് ആണെങ്കിൽ ഉമ്മിച്ചിയുടെ ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹയാസിന്റെ മുടി നമുക്ക് ഒരു രീതിയിലും വളർത്താനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, അവന്റെ മുടി ഒന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ ഹംനയുടെ കൈ ഫുൾ ടൈം ഹയാസിന്റെ തലയിലായിരിക്കും. പിന്നെ എന്റെ ചെക്കൻ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് സഹിക്കാൻ പറ്റൂല കേട്ടോ. അപ്പൊ അവൾ അവന്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചതിന് ഉമ്മച്ചി കുറെ കിറുവിക്കുന്നൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങള് കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ഇക്കാകെ ഒരു ചായ കൊണ്ടുവന്ന് കാറി തന്നിട്ടുണ്ട് കേട്ടോ. എന്റെ സ്വന്തം വീട്ടിലെ വ്ളോഗ്സിലെല്ലാം എന്റെ ഉമ്മച്ചിനെ മാത്രം കാണുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ട് എനിക്ക് സിബ്ലിങ്സ് ഒന്നും ഇല്ലേന്ന്. ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരെയും ഞാൻ വളരാൻ അനുവദിച്ചില്ല ഗൈസ്. ഇതാണ് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഒറ്റൊരു മോളാണ്. കൂടുതൽ ഫാമിലി റിലേറ്റഡ് ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളൊരു കമന്റ് ചെയ്തോളൂ.
കേട്ടോ. ഞാൻ എന്തായാലും വരുന്ന വീഡിയോസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യാട്ടോ വിശേഷം. അങ്ങനെ ഞങ്ങൾ ഒരു ഉഷാറ് ചായയൊക്കെ കുടിച്ച് നേരെ ഇതാ ലുലുവിൽ എത്തിയിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്തു. ഹോളിഡേയ്സിന് വെച്ചിട്ട് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ റഷ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിട്ട് കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റി. ഞങ്ങൾ ഇനി അകത്തേക്ക് കയറാണ്. ലുലുവിലോട്ട് കയറിയതും എന്റെ ചെക്കൻ ഉണ്ടല്ലോ ഈ റോൾ ഓഫ് ഫ്രൂട്ടിന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ അങ്ങ് തപസ് നിൽക്കായിരുന്നു കേട്ടോ. കുറെ നാളായിട്ട് ആവശ്യപ്പെടുന്ന സാധനമാണ് ഇവിടെ നിന്ന് റോൾ ഐസ്ക്രീം കഴിക്കണം എന്നുള്ളത്. ഹയാസിന് പിന്നെ സ്ട്രോബെറി ഫ്ലേവർ വിട്ടിട്ട് വേറെ ഒരു കളിയുമില്ല. ഇവിടെയും സ്ട്രോബെറി ഫ്ലേവർ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കണ്ടു നിൽക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്ന കാര്യമാണല്ലോ ഈ സംഭവം. ആദ്യം കുറച്ച് സ്ട്രോബെറിയും പിന്നെ അതിന്റെ സിറപ്പും പിന്നെ കുറച്ച് പാലും അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഉണ്ടാക്കി ഫൈനൽ ഔട്ട്പുട്ട് ഇത്രയും റോൾ ചെയ്യുന്ന കണ്ടപ്പോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നുള്ള ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ തോന്നല് സെർവിങ്ങിന്റെ ടൈമിൽ ഞങ്ങളുടെ മാറി കിട്ടിട്ടോ. ആകെ ഒരു 4 റോളാണ് നമുക്ക് ഇതിന് തരുന്നത്. 170 രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും എന്റെ ചെക്കന് ഇത് കയ്യിലേക്ക് കിട്ടിയപ്പോ ഡബിൾ അല്ല ട്രിപ്പിൾ ഹാപ്പി ആയിരുന്നു. നിങ്ങൾക്ക് ആ ഫേസ് കാണുമ്പോൾ തന്നെ അവന്റെ സന്തോഷം മനസ്സിലാവുന്നില്ലേ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ഇതും കൂടി കഴിച്ചുട്ടോ. റോൾ ഓഫ് ഫ്രൂട്ട് എന്തായാലും എനിക്ക് ഇഷ്ടമായി. നമുക്ക് എന്തായാലും ഒരു തവണയൊക്കെ ട്രൈ ചെയ്യാനുള്ള അത്ര ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ലുലുവിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റോൾ ഓഫ് ഫ്രൂട്ടിന്റെ ഷോപ്പ് കാണുമ്പോൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ അതും കഴിച്ച് നേരെ ഹൈപ്പർ മാർക്കറ്റിന്റെ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമുക്കൊരു ട്രോളി കിട്ടിട്ടോ. ആ ട്രോളിയിലേക്ക് കൈയോടെ ഹംനാനി ഇരുത്തിയിട്ടുണ്ട്. ഹയാസ് ആണെങ്കിൽ ഉന്തുന്ന പണി ഏറ്റെടുത്തിട്ടുണ്ട്. ലുലുവിലെ തിരക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലാണല്ലോ. ഏറെക്കുറെ ആ ബില്ലിങ്ങിലത്തെ തിരക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എത്രമാത്രം ആളുകളുണ്ടെന്നുള്ള ഒരു ഏകദേശ ധാരണ കിട്ടുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം ഹയാസിന്റെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗും കാര്യങ്ങളായതുകൊണ്ട് തന്നെ നേരെ നമ്മൾ പോയത് അവിടുത്തെ ബാക്ക് ടു സ്കൂൾ ഏരിയയിലേക്കാണ്. സ്കൂൾ ഐറ്റംസിന്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ തന്നെ ലുലുവിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മളപ്പോ ആദ്യം തന്നെ ബാഗാണ് സെലക്ട് ചെയ്യാനായിട്ട് വന്നത്. ബാഗിന്റെ തന്നെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുറെ കമ്പനിയുടെ കളക്ഷൻസ് ഉണ്ട്. എല്ലാത്തിനും ഓൾമോസ്റ്റ് 50% ഓഫ് ഉണ്ട് കേട്ടോ MRPയിൽ നിന്ന്. ഞാനിപ്പോ ഈ കയ്യിൽ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ബാഗിന്റെ ബ്രാൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രാൻഡിന്റെ ബാഗാണ് ഞാൻ എന്തായാലും സെലക്ട് ചെയ്യാനായിട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്ന് കുറെ അധികം ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കുറച്ചുകൂടി ഓഫർ ഉള്ളത് വേറൊരു ബ്രാൻഡിനായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. എല്ലാ ബാഗിനും ഓരോ കോംപ്ലിമെന്ററി ഗിഫ്റ്റ്സും കൂടെ ഉണ്ട് കേട്ടോ. പെൻസിൽ പൗച്ച് ആയിട്ടും അതുപോലെ റെയിൻ കവർ, ലഞ്ച് ബാഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ ഗിഫ്റ്റും എല്ലാ ബാഗിനും ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ബാഗ് ഹയാസിന് ഓക്കെ ആണോ എന്ന് അറിയാനായിട്ട് അവനെ നമ്മൾ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ബാഗ് ഹയാസിന് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോ അവന്റെ ഉത്തരം ഇല്ലാന്നായിരുന്നു കേട്ടോ. അവന് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ബാഗാണ് അവനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മളപ്പോ ഈ ഒരു സ്പേസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബാഗാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നത് 495 രൂപയുടെ ഒരു ലഞ്ച് ബാഗ് ആയിരുന്നു. 1500 സംതിങ് എന്തോ ആണ് കേട്ടോ ഇതിന്റെ MRP വരുന്നത്. അതിന്റെ 50% ആയിരുന്നു ഓഫർ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു 2-3 കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആയിരുന്നു ബാഗിൽ. ഇപ്പൊ ഹയാസ് ഇട്ട് നിൽക്കുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. എനിക്ക് ഈ കളർ അത്ര അങ്ങ് പിടിച്ചിട്ടില്ല കേട്ടോ, കാരണം പെട്ടെന്ന് മുഷിയും എന്നുള്ളതാണ്. പിന്നെ ഉമ്മച്ചിക്ക് അതാണ് ഇഷ്ടമായത്. അപ്പൊ നമ്മൾ എന്തായാലും അത് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഇനിയിപ്പോ ലഞ്ച് ബോക്സ് ആണോ നോക്കാൻ പോകുന്നത്. ലഞ്ച് ബോക്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റീലിന്റെ തന്നെ പല മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഉള്ളുള്ളൊരു പാത്രമാണ് കേട്ടോ നോക്കുന്നത്. നന്നായിട്ട് വാരി കഴിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കറിയൊക്കെ നന്നായിട്ട് വെക്കാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പും കൂടിയുള്ള ഒരു പാത്രമാണ് ഞാൻ നോക്കുന്നത്. പുറത്ത് ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് വന്നിട്ട് ഉള്ളിൽ സ്റ്റീൽ കോട്ടിങ്ങും വരുന്നതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 കള്ളികൾ വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് അത്ര സ്പേഷ്യസ് ആയിട്ട് തോന്നിയില്ല. കൊച്ചിന് കഴിക്കുമ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് പാത്രമാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മൾ ഇതാ ഈ ഒരു പാത്രമാണ് കേട്ടോ എടുത്തത്. ഇത് നോൾട്ട ബ്രാൻഡിന്റെ ആണ്. അകത്തൊരു കറിപ്പാത്രം, ഒരു സ്പൂണൊക്കെ വരുന്നുണ്ട്. സ്റ്റീൽ കോട്ടിങ്ങും ആണ് കേട്ടോ. അടുത്തതായിട്ട് ഹയാസിന്റെ ടിഫിൻ ബോക്സ് ആണ് നോക്കിയത്. അപ്പൊ സ്റ്റീലിന്റെ എടുക്കാൻ ഓർത്തു. പിന്നെയാണ് ഓർത്തത് ഹയാസിന്റെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ, അതിന് വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് ഇനി ടിഫിൻ ബോക്സ് ആയിട്ട് കൊടുത്തുവിടാം ഓർത്തു. ചൂടുള്ള പലഹാരങ്ങളൊക്കെയാണ് കൊടുത്തുവിടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റീലിന്റെ ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് ഓർത്തു. അപ്പൊ എന്തായാലും ടിഫിൻ ബോക്സ് വാങ്ങുന്നില്ല, അത് തന്നെ കൊടുക്കാന്നാണ് ഓർത്ത് വെച്ചേക്കുന്നത്. ഇന്നത്തെ ഷോപ്പിംഗിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് വാട്ടർ ബോട്ടിൽ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറെ വാട്ടർ ബോട്ടിലിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഹയാസിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ നമുക്ക് കുറച്ച് അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ നോക്കി വന്നപ്പോൾ കുറേ അധികം ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞാൻ ഈ ഒരു ബോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീൽ കോട്ടിംഗ് ആണ്. ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും വെള്ളം കൊടുത്ത് വിടുമ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തത്. ഇതിൻ്റെ ഈ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പല റേഞ്ചിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു 400 സംതിങ്ങിന്റെ ആണ്. ഇതിനും ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 300 സംതിങ്ങിനാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കുപ്പി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. പിന്നെ ദൈക്കാകെ ഹയാസിന് പേസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേസ്റ്റ് എടുക്കാണ്. 6+ കോൾഗേറ്റിന്റെ പേസ്റ്റ് ആണ് കേട്ടോ ഹയാസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരുവിധം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ചു കേട്ടോ. ഹംനാണെങ്കിൽ വളരെ രാജകീയമായ രീതിയിലാണ് ട്രോളിയിൽ നിന്ന് പുറത്തേക്ക്
വരുന്നത്. ഇനി ബുക്സും കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അതെന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് വാങ്ങിക്കാം. അബ്ബേ മോനും കൂടി ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. ഉമ്മിച്ചാണെങ്കിൽ അവിടെ കണ്ടൊരു ചെയറിനകത്ത് കയറി ഇരിക്കുന്നുണ്ട്. ഹംനാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് സെക്ഷനിൽ നിന്ന് കുറച്ച് ഫുഡ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി, ഗ്രിൽഡ് ചിക്കൻ, കുബൂസ്, ജ്യൂസസ്, അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് വന്നത്. എല്ലാവരും നടന്ന് ക്ഷീണിച്ച് വിശന്ന് വലഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഫുഡ് കഴിച്ചാലാണ് എല്ലാവരെയും എനർജി വീണ്ടെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരും കൈയൊക്കെ കഴുകി ഇനി നേരെ ഫുഡ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഹംനാനെ ഇരുത്താനായിട്ട് നമുക്കൊരു ബേബി ചെയറും കൂടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കഴിക്കുന്നത് ഇടത്തെ കൈ കൊണ്ടല്ല കേട്ടോ, വലത്തെ കൈ കൊണ്ട് തന്നെയാണ്. സെൽഫി ക്യാമറ ആയതുകൊണ്ടാണ് ഈ തല തിരിഞ്ഞിരിക്കുന്നത്. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തീരെ വേസ്റ്റേജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അത്രയും മിനിമൽ ആയിട്ടായിരുന്നു ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനീ കഴിക്കുന്നത് മലബാർ സ്പൈസി ഗ്രിൽഡ് ചിക്കനും കുബൂസും മയണൈസും കൂട്ടിയാണ് കേട്ടോ. ഞാനും മിക്കാകെ ഹയാസും ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മിച്ചിയാണ് കേട്ടോ ബിരിയാണി ഫുൾ ഏറ്റെടുത്തത്. ഈ ഫുഡ് വാങ്ങിച്ചതിനകത്ത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് എടുത്ത് ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു കേട്ടോ. ബോൾ ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു. അതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, അത് എന്റെ തലയിലായി എന്ന് പറയും. അതിൽ മത്തങ്ങ അക്ഷരത്തിൽ നോ ആഡഡ് ഷുഗർ എന്ന് എഴുതി വെച്ചിട്ടും ഞാനത് ശ്രദ്ധിച്ചില്ല. ഷുഗർ ആഡ് ചെയ്യാത്തത് എന്തായാലും നല്ലതല്ലേ, ഹെൽത്തിയാണ്. ഞാനാണെങ്കിൽ ചെറിയ ഡയറ്റിലാണ്, ഷുഗർ കട്ടാണെന്നൊക്കെ പറഞ്ഞ് ഏറെക്കുറെ അത് കുടിച്ച് തീർത്തു എന്ന് പറയാട്ടോ. അങ്ങനെ ഏറെക്കുറെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതേ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ഈ മോളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മിററിൽ ഒരു സെൽഫി എടുക്കാന്നൊക്കെ പറയുന്നത് ഒരു പ്രൗഢി തന്നെയാണ്. ഞങ്ങൾ എന്തായാലും സെൽഫി എടുത്തില്ല, പകരം ഹംന എനിക്കൊരു ഉമ്മ തരുന്ന വീഡിയോ എടുത്തു. അങ്ങനെ ഒരു 3-4 മണിക്കൂറത്തെ പ്രയാണത്തിന് ശേഷം ഞങ്ങൾ ലുലുമാളിൽ നിന്ന് തിരിച്ചിറങ്ങാണ്. ഞാൻ ഉമ്മിച്ചായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഉമ്മിച്ച് എസ്കലേറ്ററിൽ കയറില്ല ഗൈസ്, ഉമ്മിച്ച് സ്റ്റെയർ ഇറങ്ങുള്ളൂ. അതിന് ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ എസ്കലേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ നിന്ന് ഞാൻ എസ്കലേറ്ററിൽ ഇറങ്ങിയത്. ഉമ്മിച്ച് നേരെ പിന്തിരിഞ്ഞ് സ്റ്റെയർ കേസിൽ കൂടെയാണ് തിരിച്ച് താഴെ ഇറങ്ങിയത്. അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് വേണമെന്നുള്ളത് കമന്റ് ചെയ്യാൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.